I come in, sir? Yes, come in. ഇരിക്കടാ. എന്നാലും നീ കാണിച്ചു തെണ്ടിത്തരായി പോയതാ. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ബോംബെന്ന് വരുന്നു പറഞ്ഞു? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ. ശരി. പിന്നെ ബാറിലേക്ക് പോകുന്നോ വീട്ടിലേക്ക് പോകുന്നു? നമുക്ക് വീട്ടിലേക്ക് പോകാവടാ. തനിക്കറിയാലോ, ആണും പെണ്ണുമായിട്ട് അവൻ ഒരുത്തം മാത്രമേ എനിക്കുള്ളൂ. അവൻ ഇങ്ങനൊരു അസുഖം ദൈവം കൊടുത്തത് ബോംബെയിലെ ഫാസ്റ്റ് ലൈഫിന്റെ ഭാഗമായി കടിച്ചു ചിരിച്ച് ജോളിയായി നടന്നിരുന്നവൻ കാഴ്ചശക്തിയില്ലാതെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ കാഴ്ച ഇങ്ങനെ കുറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയതാ. കൃത്യമായിട്ട് പറഞ്ഞ 6 മാസം. കഴിഞ്ഞ ആഴ്ച കാഴ്ച തീരെ ഇല്ലാതായി. താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റാ. സാരമില്ല, ഓപ്പറേഷൻ കൊണ്ട് ഭേദമാക്കാവുന്നേ ഉള്ളൂ. ആ ഓപ്പറേഷൻ തന്റെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ബോംബെയിൽ ഇഷ്ടം പോലെ ലീഡിംഗ് സ്പെഷ്യലിസ്റ്റുകളും മോഡേൺ ഹോസ്പിറ്റൽസും ഉള്ള സ്ഥിതിക്ക് താനെന്തിനാ രമേശനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നല്ലേ? താൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ സീരിയസ് റീസൺസ് അതിന്റെ പിന്നിലുണ്ട്. നാളെ ഇങ്ങനൊരു അസുഖം അവനുണ്ടായിരുന്നു എന്നുള്ള വിവരം ബോംബെ സർക്കിളിൽ ആരും അറിയരുത്. ഏതെങ്കിലും തരത്തിൽ അവന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ അത് ബാധിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഈ കാര്യത്തിൽ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒരച്ഛന്റെ വിഷമം. ഹായ്, എന്താടോ ഇത്? താനിങ്ങനെ പ്ലീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തും എന്നോട് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ലേ? കഴിഞ്ഞതൊന്നും മറക്കുന്നതല്ല ഈ ഉണ്ണിത്താൻ. എന്റെ പഴയ ക്ലിനിക്കൊക്കെ തകർന്ന് ബാങ്ക്രപ്റ്റായി ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയാതെ കുടുംബത്തോടെ ആത്മഹത്യ വരെ ചെയ്യാൻ തീരുമാനിച്ചപ്പോ താൻ ചെയ്ത സഹായമുണ്ടല്ലോ, മറക്കാൻ പറ്റുമോടോ? ലോകത്തൊരു സുഹൃത്തും ഇത്ര ഹൃദയവിശാലത കാണിക്കില്ല. കടങ്ങളും കടപ്പാടുകളും സുഹൃത്ത് ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവോടോ? 1ഉം 2ഉം അല്ല, 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് താനൊന്നും രേഖ പോലും ഇല്ലാതെ എനിക്ക് എടുത്തു തന്നത്. അത് വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തന്റെ മകന്റെ ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് രമേശൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ തനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ അവന്റെ കൊടുത്തിരിക്കും. താൻ പറയുന്നത് കേട്ടാ തോന്നുന്നു ആ രൂപ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നതെന്ന്. അതല്ല ആർപ്പി, ഈ സ്നേഹവും പണവും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. താനിപ്പോ ഈ ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ബോംബെയിലേക്ക് വന്നേനെ പണവുമായിട്ട്. ഇനി ഇറങ്ങാറായില്ലേ? വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി. ഞാൻ ഇവിടെ കാത്തിരിക്കുന്നറിയോ? എന്തിനാ? കമ്പി വല്ലതും എന്റെ ഒപ്പിട്ട് മേടിക്കാനുണ്ടോ? ചേട്ടനൊരു തമാശ. അതെ, ചേട്ടൻ ഹിന്ദി അറിയോ? കുറച്ചൊക്കെ അറിയാം. എന്താ സംഭവം പറഞ്ഞില്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. വലിയേട്ടൻ എന്തെങ്കിലും അങ്ങനൊന്നും പറയില്ലേ? മേനോൻ സാറിന്റെ മകൻ നാളെ ബോംബെയിൽ വരുന്നു. അതുകൊണ്ട് എന്നോട് ഹിന്ദി പഠിക്കാൻ പറഞ്ഞിരിക്കുക ഡോക്ടറുകള്. പഠിച്ചോ. അയ്യോ, എന്നൊന്ന് സഹായിക്കേട്ടാ. ഒരു നല്ല സമയം നോക്കി വേണ്ടേ മണിക്കുട്ടി ഇതൊക്കെ തുടങ്ങാൻ? അയ്യോ, അങ്ങനെ ഹിന്ദി പഠിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, എപ്പോ വേണം തുടങ്ങാം. അയ്യോ ചേട്ടാ, എനിക്ക് ഹിന്ദി എഴുതാൻ അറിയില്ല. തൽക്കാലം മലയാളത്തിൽ എഴുത്. എഴുതി. പൂജയുടെ ഗുവാണോ പൂജയുടെ ഗുവാണോ? കുശുമ്പിന്റെ കൂ. എന്താ ഇതിനർത്ഥം? ഞാനൊരു സുന്ദരിയാണ്. ചേച്ചിയുടെ കാര്യം ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ സുന്ദരിയാണെന്നല്ലേ? അല്ല, വിഡ്ഢിയാണെന്നാ. ചേച്ചി ഒരു വിഡ്ഢിയാണെന്നാ കൊച്ചച്ഛൻ പറഞ്ഞു. എന്നെ ഹിന്ദി പഠിപ്പിച്ചോ? ഞാൻ ഇനി മേനോ സാറിന്റെ മോനോട് ചോദിച്ചു പഠിച്ചോളാം. എന്തിന്റെ കുഴപ്പമാടി? ബോംബെന്ന് വരുന്ന ആളായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ പിടിക്കോ എന്തോ. കോഴി പൊരിച്ചത് നാട്ടിലും ബോംബെയിലും ഒക്കെ ഒരുപോലെ ചേച്ചി. ചേച്ചി മേനോ സാറിന്റെ മോനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ? ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലല്ലേ. അയ്യോ, മലയാളമൊക്കെ അറിയോ ആവോ? ഓപ്പറേഷൻ കഴിയുന്നത് വരെ അടുത്ത് ഇടപെടേണ്ട ഞാനായിരിക്കും. എനിക്കാണെങ്കിൽ SSLCക്ക് ഹിന്ദിക്ക് 100. അയ്യോ, 113.
ദേ, നീ അതൊന്നും എടുത്ത് വേഗം അടുപ്പിൽ വെക്കാൻ നോക്ക്. അവരൊക്കെ വരേണ്ട സമയമായി. ചേട്ടനെന്താ സായിപ്പായിരിക്കാ? ആവാസ് എവിടെ നിന്നാണ് ഒരു സ്ത്രീ ശബ്ദം? ഞാനാ മണിക്കുട്ടി. ചേട്ടൻ എന്താ തപ്പിയത്? ചട്ടിടാതെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു നാണം ചട്ടി തട്ടിയതാ. അയ്യോ, ഷർട്ടിലേറെ ചേട്ടനെ കാണാൻ എന്തൊരു ചന്തം. ശുക്രിയ. ആ ബോംബെയിലെ മഞ്ജുള സിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ബഹുത്ത് സുന്ദർ ഹേ. ഞാൻ സുന്ദരനാണെന്ന്. ആരാണ് ഈ മഞ്ജുള സിംഗ്? അറിയില്ല. ബോംബെയിലെ എന്റെ ലവറാ. എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലായിരുന്നു അവര്. ദിവസവും രാവിലെ ഞങ്ങള് ടെറസിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ അടിക്കുമായിരുന്നു. ആദ്യം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ മഞ്ജുള സിംഗ് ലൈൻ അടിക്കുമായിരുന്നു. ഈ കണ്ണ് കാണാൻ എങ്ങനെയാ ലൈൻ അടിക്കുന്നത്? പ്രേമത്തിന് എന്തിനാണ് കണ്ണ്? അണ്ണ് അണ്ണി കണ്ണ്. വെള്ളം. ഞാൻ വെള്ളം അടിക്കില്ല. അപ്പോ അല്ല, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഓ പാനി അതിന് തരുവാ. ആ, നിനക്കൊരു തമാശ കേൾക്കണോ? നമ്മുടെ മണിക്കുട്ടി ചേച്ചി ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലെ ഹിന്ദിയിലാ. ബോംബെ രമേശ് അല്ലേ കൂട്ട്. അയാളുടെ ഹിന്ദി കേൾക്കുമ്പോ എനിക്ക് ഹിന്ദിയെ അറിയണ്ടായിരുന്നു തോന്നുക. അത്രയ്ക്ക് വിചിത്ര അയാളുടെ ഹിന്ദി. എത്രയും പെട്ടെന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കക്ഷി ബോംബെക്ക് പാക്ക് ചെയ്താൽ മതിയായിരുന്നു. ആ പാവം തനിക്ക് എന്ത് ഉപദ്രവം ചെയ്തത്? ഉപദ്രവമല്ല, ഒരു പ്രൈവസിയും കിട്ടുന്നില്ല. മുറി മുഴുവൻ തപ്പി തപ്പിയുള്ള നടത്തവും നിർത്താത്ത സംസാരവും. അയാൾ ആളൊരു ബോറനാ. കൊച്ചച്ഛന്റെ കാര്യമോ കഷ്ടം. കൊച്ചച്ഛനെന്തു പറ്റി?